ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നൊരു പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും റംസാൻ ആശംസകൾ. അപ്പോൾ നമ്മൾ ഇന്നൊരു റംസാൻ രുചി അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ ഇത് ബാംഗ്ലൂരിലുള്ള ഫേസർ ടൗണിലെ ഒരു റംസാൻ നോയമ്പുതുറ ഒരു ഫുഡ് ഫെസ്റ്റിവൽ കാണാനാണ് പോകുന്നത്. ശേഷം നമുക്ക് അവിടെ ചെന്ന് കാണാം. രാത്രി ഒരു 8 ആയപ്പോൾ നമ്മൾ ഫേസർ ടൗണിലെത്തി. ഒരു 2018 ഞങ്ങൾ വന്നപ്പോൾ ഷോപ്സിൻ്റെ എണ്ണം കൂടുതലായിരുന്നു. ഇതിന് വേണ്ടി ഓപ്പൺ ചെയ്ത കുറേ സ്മോൾ സ്ട്രീറ്റ് ഷോപ്സുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള ഹോട്ടലിൻ്റെ മുൻപിൽ ഒരു സ്പെഷ്യൽ കൗണ്ടർ ഇഫ്താർ സ്നാക്സിന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ കാർ പാർക്കിംഗ് കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു. ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ടാണ് കാർ പാർക്ക് ചെയ്യേണ്ട ഒരു സ്ഥലം കിട്ടിയത്. അങ്ങനെ കുറേ വെറൈറ്റി ഫുഡുകളുണ്ടായിരുന്നു. നമുക്ക് ഫുഡ് കാണാം. देखिए हमारा एक्सपीरियंस जो है, हम सऊदी अरब जिद्दा में काम किया है 22 ईयर्स काम किए हैं. अभी फ़िलहाल इंडिया में कहीं नहीं काम किया, फर्स्ट टाइम टेक में काम कर रहे हैं हम. यहाँ काम कर, यहाँ स्पेशल जो है मंदी है. അവിടെ കുറേ വ്ളോഗേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ സൗദി അറേബ്യയിലെ ഷെഫായിരുന്നു, പിന്നെ ഇവിടെ വന്നിട്ട് ഈ ഹോട്ടലിലെ ഷെഫായി അങ്ങനത്തെ കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ച ഫുഡിലോട്ട് പോയി. പിന്നെ ഇവിടെ മെയിൻലി ഉണ്ടായിരുന്നത് ചിക്കൻ, മട്ടൺ, പിന്നെ ഫിഷിൽ പ്രോൺസ് ഐറ്റം ആയിരുന്നു. അപ്പം നമ്മൾ ആദ്യം വാങ്ങിച്ചതൊരു പ്രോൺസ് KFC പോലത്തെ ഒരു സാധനമാണ്. പിന്നെ കുറേ കളറുള്ള സാധനം ഉണ്ടായിരുന്നു, നല്ല റെഡ്, മെറൂൺ. അതിൽ കളർ ചേർത്തതാണെന്ന് പേടിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനത്തെ സാധനമൊന്നും ട്രൈ ചെയ്തില്ല. ഈ ഫ്രൈഡ് ഐറ്റം പോലത്തെ സാധനമാണ് നമ്മൾ മെയിൻലി വാങ്ങിച്ചത്. പിന്നെ ആദിക്ക് ബ്രെയിൻ തിന്നണം എന്നൊരു ആഗ്രഹം പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു മട്ടൺ ബ്രെയിൻ വാങ്ങിച്ച് അതവർ ഫ്രൈ ചെയ്ത് തന്നു. ഇതാണ് നമ്മൾ വാങ്ങിച്ച മട്ടൺ ബ്രെയിൻ. അത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അവരൊരു തവയിലിട്ട് കുറച്ച് ഫ്രൈ ഒക്കെ ചെയ്ത് തന്നെ പീസാക്കി തരും. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നല്ല കുറേ സാധനം ഇങ്ങനെ കളർ ഇട്ടിരുന്നു, നല്ല റെഡ് കളറായിട്ട്. അതെന്തോ എനിക്ക് ആ കളറ് കണ്ടിട്ട് അങ്ങനെ വാങ്ങിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ കളർ കുറഞ്ഞ സാധനമാണ് വാങ്ങിച്ചത്. പിന്നെ ഇവിടെ ഇരുന്ന് തിന്നാനുള്ള സംഭവമുണ്ട്. ഇവിടെ തന്നെ ഡൈനിങ്, ഇതൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഹെവി ലൈക്ക് ബിരിയാണിയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് തിന്നണം. ഇതാണ് നമ്മൾ വാങ്ങിച്ച ബ്രെയിൻ. നല്ല സോഫ്റ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ബ്രെയിൻ കഴിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിരുന്നു, വെൽ കുക്ക്ഡാണ്. പിന്നെ ഇത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ആ ഒരു സംശയം നമുക്കുണ്ടായിരുന്നു, കഴിച്ചാൽ ഇനി വയറിന് വല്ല പ്രശ്നം ഉണ്ടാകുന്നു. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഇങ്ങനെ കുറേ സ്വീറ്റ് ഡ്രിങ്ക്സുകളുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ പേര് മൊഹബത്ത് ഷർബത്ത് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതൊരു ഫ്രൈഡ് ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒരു തിൻ ലെയർ എടുത്തിട്ട് ഒരു കമ്പ് കുത്തിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് തരും. അതും കൊള്ളായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷർബത്ത്. ഇത് റോസ് മിൽക്കും ഉണ്ടായിരുന്നു, വനില, അങ്ങനത്തെ 2 ഇതാണ് മെയിൻലി ഉണ്ടായിരുന്നത്. പിന്നെ ഗുലാബ് ജാമുൻ വാങ്ങിച്ചു, അതും കൊള്ളായിരുന്നു. പിന്നെ കുറേ സ്വീറ്റ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇതിൽ ഈ സാധനം നമ്മൾ വാങ്ങിച്ചു, ഈ മട്കയിലുണ്ടായിരുന്നത്. അത് ഈ റവ കൊണ്ടുള്ളൊരു സ്വീറ്റാണ്. അതും നല്ല വെച്ചാൽ കുറേ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് നല്ല സ്മൂത്തും നല്ല ടേസ്റ്റി ആയിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പാലും റവയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സ്വീറ്റ്. പിന്നെ ഇതൊരു ബ്ലൂ നമ്മുടെ മൊജിറ്റോ അല്ല ആക്ച്വലി, അതുപോലെ കാണാൻ അങ്ങനെ ഇരുന്നു. പക്ഷെ നല്ലൊരു നല്ല രുചിയുണ്ടായിരുന്നു. ലൈം ജ്യൂസും പിന്നെ ഈ ബ്ലൂ കളറും ഒക്കെ ഇട്ടിട്ട് നല്ല രുചിയായിരുന്നൊരു സംഭവമായിരുന്നു. സർബത്തിനെക്കാട്ടിയും എനിക്ക് ഇതിഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് നമ്മുടെ മൊഹബത്ത് സർബത്തിൻ്റെ വാട്ടർ മെലോൺ ആൻഡ് റോസ് മിൽക്ക് ഇട്ടൊരു സംഭവം. പിന്നെ ഇങ്ങനെ കല്ലിൽ ചുട്ട കുറേ ചിക്കൻ, ഇങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു.
അപ്പോൾ ഞങ്ങൾ ഒരു സ്വീറ്റും കൂടി വാങ്ങി, ഗുൽക്കണ്ട് ബൺ ബട്ടർ. അതെങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മുകളിൽ ഇങ്ങനെ ബട്ടർ, പിന്നെ ലെയർ ആയിട്ട് മറ്റേ ഗുൽക്കണ്ട് ജാം തേച്ചിട്ടുണ്ട്. ഇത് ബട്ടറും പിന്നെ ഗുൽക്കണ്ട് ജാമും പിന്നെ അതിൻ്റെ ഇടയിലും ജാം വെച്ചിട്ടുണ്ട്. ഒരു ബണ്ണാണ്. രുചിയുണ്ട്. ഗുൽക്കണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ചുണ്ടാക്കുന്ന ഒരു ജാമാണ്. ടേസ്റ്റി. അങ്ങനെ ഞങ്ങളുടെ ഫേസർ ടൗണിലെ ഫുഡ് ഫെസ്റ്റിവൽ, അവിടെ റംസാൻ സ്പെഷ്യൽ ഫുഡ് ഫെസ്റ്റിവൽ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ അവിടെ ഫേസർ ടൗണിലുള്ള സ്ട്രീറ്റ് ഫുഡ് എന്ന ഷോപ്പിൽ നിന്ന് ഡേറ്റ്സ് ആൻഡ് ഗാർലിക് പിക്കിൾ വാങ്ങി. പിന്നെ ഒരു പിസ്ത റാബഡി, ഇതൊരു സ്വീറ്റ് ആണ്, അതും വാങ്ങി. അപ്പൊ ഇതോടുകൂടി ഞങ്ങളുടെ റംസാൻ ഫുഡ് ഷോപ്പിംഗ് കഴിഞ്ഞു. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.